എന്നെ സംബന്ധിച്ച് ഇത് അവിചാരിതമായിട്ടുള്ള ഒരവസരം കൂടിയാണ്. നിങ്ങളെ ഈ നിലയിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നാം ഒക്കെ ഏറെ സ്നേഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ നേതാവ് അഹമ്മദ് സാഹിബിൻ്റെ ദേഹവിയോഗം നമ്മെ ഇങ്ങനെ ഒന്നിച്ചു ചേരാൻ പ്രേരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം സന്തപ്ത കുടുംബാംഗങ്ങളെ പോലെ അദ്ദേഹത്തോടൊപ്പം എന്നും പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പരാമർശിച്ചതുപോലെ അഹമ്മദ് സാഹിബ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാവായിരുന്നില്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവായിരുന്നു എല്ലാ അർത്ഥത്തിലും. കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. ആ നിലയിൽ ഇന്ത്യയുടെ പ്രതീകമായി, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ മുഖമുദ്രയായി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ, വിശേഷിച്ച് നമ്മുടേതുപോലെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ അഹമ്മദ് സാഹിബ് പതിറ്റാണ്ടുകളോളം ഒരു മഹാമേരുവായി നിലകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ഓർക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി വാദിക്കുകയും കശ്മീർ പ്രശ്നത്തിലടക്കം പാകിസ്ഥാനിന്റെ നിലപാട് തെറ്റാണ് എന്ന് ഇന്ത്യക്ക് വേണ്ടി സ്ഥാപിക്കുകയും അതേസമയം കഷ്ടപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തുകയും ചെയ്യാൻ അഹമ്മദ് സാഹിബിനെ പോലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്ദേഹം എന്നും ഈ രാജ്യത്തിന്റെ താല്പര്യമാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ലീഗും എന്റെ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തൊട്ടു മുമ്പ് കൂടി ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. എന്നും നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ തളിർക്കുന്നത്. കാരണം ഇന്ത്യ ഫാഷിസത്തിന് കീഴടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം, അത് ഉയർത്താൻ കഴിയുന്ന ഏക മതേതര ജനാധിപത്യ ചേരി അത് നമ്മുടേതാണ്, നമ്മുടെ കൂട്ടായ്മയുടേതാണ് എന്ന് ഈ രാജ്യം മുഴുവൻ ഇന്ന് തിരിച്ചറിയുകയാണ്. അഹമ്മദ് സാഹിബ് മന്ത്രിയായപ്പോ, കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോ പലരും അതിനെതിരെ ആശങ്കപ്പെട്ടു. ശ്രീ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ അന്ന് അതിനെ അതിനിശ്ചിതമായി വിമർശിച്ചിരുന്നവരാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം ഒരു മികച്ച ഭരണാധികാരിയായി കൂടി പ്രവർത്തിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവിൽ ഉടനീളം അദ്ദേഹത്തിന് നമ്മെ ബോധ്യപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. പാർലമെന്റിനകത്ത് അദ്ദേഹം പരാമർശിക്കാത്ത, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാത്ത വിഷയങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ നിലയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല, കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത്. അപരിഹാര്യമായിട്ടുള്ള ഒരു നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും, നമുക്ക് കരുത്ത് പകരും എന്ന പ്രതീക്ഷ മാത്രം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നിച്ചു നിന്ന് സമീപകാല ഭാരതത്തിന്റെ അതിശക്തമായ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും സന്തോഷവും ഇവിടെ പ്രകടിപ്പിക്കുന്നു. നമസ്കാരം.